സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടുകൂടി VM സുധീരൻ ക്യാമ്പിന്റെ നിലപാട് എന്ത്? കളങ്കിതർ എന്ന് KPCC പ്രസിഡന്റ് വിശേഷിപ്പിച്ചവർ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ സുധീരൻ പ്രചരണത്തിന് പോകണമോ? ചോദ്യം VM സുധീരൻ ക്യാമ്പിൽ വളരെ ശക്തമാകുമ്പോൾ MR സജേഷിന്റെ റിപ്പോർട്ടിലേക്ക്. ബെന്നി ബെഹനാന്റെ പേര് വെട്ടാനുള്ള നീക്കത്തെ അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി എതിർത്തിരുന്നു. എല്ലാ പിടിവാശികളും അംഗീകരിക്കേണ്ടെന്ന് സുധീരനും AK ആന്റണിയും ഈ ഘട്ടത്തിൽ നിലപാടെടുത്തു. ഇതോടെയാണ് A ഗ്രൂപ്പിന്റെ മാനേജരും മുഖ്യമന്ത്രിയുടെ വലങ്കയുമായ ബെന്നി പുറത്താകുന്നത്. കടുത്ത അതൃപ്തിക്കിടയിലും PT തോമസിനെ എതിർക്കാൻ കഴിയാത്ത നിലയിലേക്ക് A ഗ്രൂപ്പ് നേതാക്കളും എത്തി. ഗ്രൂപ്പിലെ തന്നെ മറ്റൊരാളുടെ പേര് നിർദ്ദേശിച്ച് ബെന്നിയെ വെട്ടിയെങ്കിലും സുധീരനും നഷ്ടങ്ങളേറെയാണ്. മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ട K ബാബുവും അടൂർ പ്രകാശും KC ജോസഫും മത്സരിക്കുന്നതിനൊപ്പം സുധീരന്റെ ഏറ്റവും അടുപ്പക്കാരായ KP അനിൽകുമാറും ജോൺസൺ അബ്രഹാമും സ്ഥാനാർത്ഥി പട്ടികയിൽ തഴയപ്പെട്ടു. കോട്ടയം പത്തനംതിട്ട DCC അധ്യക്ഷന്മാരായ ടോമി കല്ലാനിക്കും P മോഹൻരാജിനും വേണ്ടി അവസാന നിമിഷം വരെ സുധീരൻ നടത്തിയ ശ്രമങ്ങളും പരാജയപ്പെട്ടു. പ്രധാന നേതാക്കളെ നഷ്ടപ്പെട്ടതിന്റെ അസ്വസ്ഥതകൾ A ക്യാമ്പിലും സുധീരൻ ക്യാമ്പിലുമുണ്ട്. കളങ്കിതരുടെ മണ്ഡലങ്ങളിൽ KPCC അധ്യക്ഷൻ പ്രചരണത്തിന് പോകേണ്ടെന്ന നിലപാടും സുധീരൻ അനുകൂലികൾ സ്വീകരിക്കുന്നു. ദീർഘകാല രാഷ്ട്രീയത്തിൽ ഹൈക്കമാൻഡിന് വെല്ലുവിളിച്ചുള്ള നടപടികൾ ഉമ്മൻചാണ്ടിക്ക് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് I ഗ്രൂപ്പ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഹൈക്കമാൻഡ് ഇടപെടലും ഉമ്മൻചാണ്ടി വിരുദ്ധർ പ്രതീക്ഷിക്കുന്നു. MR സജേഷ്, തിരുവനന്തപുരം. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ KPCC നിർവാഹക സമിതി അംഗം അടക്കം പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തി. ചടയമംഗലത്ത് MM ഹസനെതിരെ മത്സരിക്കുമെന്ന് പറഞ്ഞത് ചിതറ മധു. ഗ്രൂപ്പ് വെല്ലുവിളിയെ തുടർന്ന് കൊല്ലത്ത് UDF കൺവെൻഷൻ മാറ്റിവെച്ചപ്പോൾ ദേവികുളം സ്ഥാനാർത്ഥി രാജാറാമിനെ INTUC പ്രവർത്തകർ വിരട്ടിയോടിക്കുകയും ചെയ്തു. ചുവരെഴുത്തിലൂടെയും പോസ്റ്റർ യുദ്ധങ്ങളിലൂടെയുമാണ് മിക്ക മണ്ഡലങ്ങളിലെയും UDF തമ്മിലടി പുറത്തു വന്നിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും മണ്ഡലങ്ങൾക്ക് വേണ്ടാത്ത സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിച്ചു എന്ന ആക്ഷേപവുമുണ്ട്. തൃക്കാക്കരയിൽ PT തോമസിനെ നിശ്ചയിച്ചതിന് പിന്നാലെ ചുവരെഴുത്തിലൂടെ പ്രതിഷേധം പുറത്തുവന്നു. UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന ചുവരെഴുത്തിന് താഴെ PT വേണ്ടെന്ന് കരികൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. പാർട്ടി ചിഹ്നവും കരികൊണ്ട് മായിച്ചിട്ടുണ്ട്. തൃക്കാക്കര നഗരസഭയ്ക്ക് സമീപം ഇന്ന് പുലർച്ചെയാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഇരിക്കൂർ മണ്ഡലത്തിൽ KC ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അണികൾ തുറന്ന പോരിലേക്ക്. കോൺഗ്രസിന്റെ ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് അബ്ദുൾ ഖാദർ KC ജോസഫിനെതിരെ മത്സരത്തിനിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. കണ്ണൂർ മണ്ഡലത്തിൽ സതീശൻ പാച്ചേനിക്കെതിരെ ലീഗ് അണികൾ നടത്തിയ പോസ്റ്റർ പ്രചരണവും UDFന്റെ സിറ്റിംഗ് മണ്ഡലം കൈവിട്ടു പോകുമോ എന്ന ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. പൂഞ്ഞാറിൽ UDFന്റെ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി ജോർജ് കുട്ടി അഗസ്തിക്കെതിരെ വിമതനായി മത്സരിക്കുമെന്ന് യുവജന വിഭാഗം നേതാവ് സജി മഞ്ഞക്കടമ്പൻ വ്യക്തമാക്കി. കൊല്ലത്തെ റിബൽ ചിത്രം മറ്റൊന്നാണ്. മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ AI ഗ്രൂപ്പിന്റെ വെല്ലുവിളി. കൊല്ലത്ത് നടത്താനിരുന്ന UDF കൺവെൻഷൻ ഇതുമൂലം മാറ്റിവെച്ചു. AI ഗ്രൂപ്പുകൾ സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് UDF സ്ഥാനാർത്ഥി രാജാറാമിനെ INTUC പ്രവർത്തകർ വിരട്ടി ഓടിച്ചു. കോൺഗ്രസ് ഓഫീസിൽ എത്തിയപ്പോഴാണ് വിരട്ടി ഓടിച്ചത്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതിന് പിന്നാലെ പട്ടികയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി. ചെറുപ്പക്കാരെയും വനിതകളെയും പൂർണ്ണമായി അവഗണിച്ചതായി യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ലീന പറഞ്ഞു. ഗ്രൂപ്പ് മാനേജർമാരുടെ പെട്ടി ചുമക്കുന്നവർക്കാണ് സീറ്റുകൾ ലഭിച്ചതെന്നും അവർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിൽ വലിയ അസ്വസ്ഥതകളെന്ന് വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മലമ്പുഴ മണ്ഡലം നിയമസഭാ മണ്ഡലം അവിടെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടു. ആവേശകരമായാണ് VSന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായത്. മലമ്പുഴ മണ്ഡലത്തിൽ VSന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വലിയ ആവേശത്തോടെയായിരുന്നു തുടക്കം. അഴിമതി വിഷയത്തിൽ UDF സർക്കാരിനെതിരെ VS ആഞ്ഞടിച്ചു. ഇങ്ങനെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ജനവഞ്ചനയുമൊക്കെയായി കേരളത്തിന് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ. ഇതിനൊരു ശുദ്ധികലശം ആവശ്യമാണ്. LDFനെ വിജയിപ്പിച്ചുകൊണ്ട് അത് നിർവഹിക്കാൻ ആ കലശം നിർവഹിക്കാൻ കഴിയും. വെള്ളാപ്പള്ളി നടേശനെയും പാർട്ടിയെയും VS കടന്നാക്രമിച്ചു. മൈക്രോ ഫൈനാൻസ് കേസിന്റെ വിധി വരുന്നതോടെ വെള്ളാപ്പള്ളിക്ക് പൂജപ്പുരയിലേക്ക് വഴി തുറക്കുമെന്നും VS പറഞ്ഞു. കേസിന്റെ വിധി വരുന്ന മുറയ്ക്ക് മിസ്റ്റർ നടേശന് പൂജപ്പുരയിലേക്കുള്ള വഴി നന്നായി തുറന്നു കിട്ടുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. പക്ഷേ ശ്രീനാരായണ ആദർശങ്ങളെ മുഴുവൻ ഒറ്റുകൊടുത്ത് BJPയായി കൂട്ടുകൂടി ചേർന്ന് ഇപ്പോൾ വോട്ട് തട്ടാനുള്ള ശ്രമത്തിലാണ്. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പിലൂടെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ വഞ്ചിച്ച നടേശനും കൂട്ടർക്കും ചുട്ട പ്രഹരമേൽപ്പിക്കുകയാണ് വേണ്ടതെന്ന് ഈ
തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളോടെല്ലാം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. CPI നേതാവ് കെ ഇസ്മായിൽ, LDF ജില്ലാ കൺവീനർ ചാമുണ്ണി, CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ, NN കൃഷ്ണദാസ് തുടങ്ങിയ വിവിധ കക്ഷി നേതാക്കളും കൺവെൻഷനിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോൺഗ്രസിൽ സീറ്റ് ലഭിക്കാത്തതിനെക്കുറിച്ച് പത്തനംതിട്ട മുൻ DCC ജനറൽ സെക്രട്ടറിയും ട്രഷററുമായ ജയവർമ്മയുടെ നിലപാടെന്ത്? അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടായിരുന്നു. അവസാന നിമിഷം എന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിച്ചു. പക്ഷെ അന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, 2016 തെരഞ്ഞെടുപ്പിൽ റാന്നിയുടെ കാര്യത്തിൽ പരിഗണിക്കാം എന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ സംഘടനാപരമായി കൂടെ അംഗീകരിക്കാം എന്നൂടെ ഉറപ്പുണ്ടായി. എനിക്ക് അർഹിക്കുന്ന ഒരു സ്ഥാനവും നോമിനേഷൻ കൂടെ തന്നിട്ടില്ല. ഉദ്യോഗസ്ഥ ലോബി ഈ തെരഞ്ഞെടുപ്പിനെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു? MV ജയരാജനിലേക്ക്. ഇടതുപക്ഷ വോട്ടുകൾ തള്ളിച്ചും ഇടതുപക്ഷ വോട്ടർമാരെ പോലീസിനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയും കണ്ണൂർ ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ UDFന്റെ രാഷ്ട്രീയമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിട്ടും CPMനും ഇടതുപക്ഷത്തിനും നീതി കിട്ടുന്നില്ല. അപ്പോൾ പൂർണ്ണമായി ഇടതുപക്ഷ വോട്ടുകൾ തള്ളാൻ വേണ്ടി നിയമവിരുദ്ധമായി ചില ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയം കളിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. കളങ്കിതനെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞയാൾ തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാൽ എറണാകുളം CPIM ജില്ലാ സെക്രട്ടറി P രാജീവ് തന്റെ നിലപാട് വ്യക്തമാക്കി. KPCC പ്രസിഡന്റ് കളങ്കിതനായതുകൊണ്ട് സീറ്റ് കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ട ഒരാളാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ KPCC പ്രസിഡന്റ് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനകത്തെ അംഗങ്ങളും അനുഭാവികളുമായ ആളുകൾ തെരഞ്ഞെടുപ്പിൽ അവർ ചിന്തിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ പ്രസിഡന്റ് നിലപാട് സ്വീകരിച്ചത്, എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്, അപ്പോൾ അഴിമതിക്കൊപ്പം നിൽക്കണോ അതോ എതിരായി നിൽക്കുന്നോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരും. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത് മാത്രമല്ല, യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരായി തുടരുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും അത്തരം ചോദ്യങ്ങൾ ഉയരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തൃശൂർ ജില്ലയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിക്കുന്ന ഏക മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ വ്യത്യസ്തമാണ്. CG ദിൽജിത്തിലേക്ക്. 1.5 പതിറ്റാണ്ടായി UDFനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. മുൻ മുഖ്യമന്ത്രി C അച്യുതമേനോന്റെ തട്ടകമായിരുന്ന ഇരിങ്ങാലക്കുടയിൽ പിന്നീട് ഇടതു വലതു മുന്നണികൾ മാറി മാറി ജയിച്ചു കയറിയിട്ടുണ്ട്. 82 മുതൽ 2001 വരെ CPIM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ലോനപ്പൻ നമ്മടനാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. UDFൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റാണ് ഇരിങ്ങാലക്കുട. 97 തെരഞ്ഞെടുപ്പിൽ ലോനപ്പൻ നമ്പാടൻ 6000-ലധികം വോട്ടുകൾക്ക് UDFലെ തോമസ് ഉണ്ണിയാടനെ പരാജയപ്പെടുത്തി. 2001 T ശശിധരൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായപ്പോൾ 406 വോട്ടുകൾക്ക് കേരള കോൺഗ്രസിലെ തോമസ് ഉണ്ണിയാടൻ മണ്ഡലം പിടിച്ചു. പതിറ്റാണ്ടുകൾക്ക് ശേഷം UDFന്റെ കൈകളിലെത്തിയ മണ്ഡലം ഇതുവരെ നിലനിർത്താൻ തോമസ് ഉണ്ണിയാടനായി. 2006 LDFലെ CK ചന്ദ്രനും 2011 അഡ്വക്കേറ്റ് KR വിജയയും തോമസ് ഉണ്ണിയാടനോട് ഏറ്റുമുട്ടി. മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് സാന്നിധ്യം കുറഞ്ഞുവെന്നും സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും UDFൽ ആവശ്യമുയർന്നിരുന്നു. എന്നാൽ മാണി വിഭാഗം പിടിമുറുക്കിയതോടെ ഇക്കുറിയും മണ്ഡലം കേരള കോൺഗ്രസ് മാണിക്ക് ലഭിച്ചു. പാർട്ടി ചെയർമാൻ KM മാണിയുടെ വിശ്വസ്തൻ തോമസ് ഉണ്ണിയാടനാണ് ഇക്കുറിയും സ്ഥാനാർത്ഥി. 4ാം അംഗത്തിനായി ഉണ്ണിയാടൻ തയ്യാറെടുത്തു കഴിഞ്ഞു. നല്ല ബന്ധമുള്ള ഒരു നാടാണ്. 15 വർഷമായി MLA എന്ന നിലയിൽ പ്രവർത്തിച്ച് കഴിവിൻ്റെ പരമാവധിയായി വികസന കാര്യം ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ വ്യക്തിപരമാകുന്ന കാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഞാൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ്. കഴിഞ്ഞ 2001 ഞാൻ ആദ്യം വിജയിക്കുന്നത് 406 വോട്ടിന്. പിന്നീട് അത് 8000-ഓളം എത്തി ഭൂരിപക്ഷം. ഇത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഭൂരിപക്ഷം 12404 എത്തി. അപ്പോൾ ആളുകൾ എന്നോട് കാണിക്കുന്ന ഒരു താല്പര്യം തീർച്ചയായിട്ടും നന്നായി പ്രവർത്തിക്കാനുള്ള ശക്തി എനിക്ക് ലഭിച്ചിരുന്നു. അതനുസരിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നല്ല നിലയിൽ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതേസമയം തോമസ് ഉണ്ണിയാടനെ 4ാം വട്ടവും പരിഗണിക്കുന്നതിൽ UDF പ്രവർത്തകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാണ്. KU അരുണനെയാണ് LDF ഇക്കുറി ഇരിങ്ങാലക്കുടയിൽ കളത്തിലിറക്കുന്നത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പ് തന്നെയാണ് ഇടതുമുന്നണി പ്രചരണ ആയുധമാക്കുന്നത്.
15 വർഷക്കാലത്തെ ഭരണത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു 15 ദിവസമായിട്ട് വെള്ളം കിട്ടാത്തവരാണ്. ഇപ്പോൾ വരുമ്പോൾ ആ ട്രാഫിക് ജാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചന്തക്കുന്നിൻ്റെ അവിടെ റോഡ് അതില്ല, ഒരു ക്രിമിറ്റോറിയം അത് ഇരിഞ്ഞാലക്കുടയിലില്ല. വളരെ പ്രസിദ്ധമായ കൂടൽമാണിക്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ട്രാഫിക് ജാം കൊണ്ട് ഒരു ഭക്തർക്കും ഇവിടെ വരാൻ കഴിയുന്നില്ല. ബിഷപ്പ് ഹൗസ് ഉണ്ട്, അവിടേക്ക് വരാൻ നേരെ മുന്നിലാണ് ട്രാഫിക് ജാം. അപ്പോൾ 15 വർഷക്കാലം കൊണ്ട് ഒരു പുരോഗമനവും ഒരു മാറ്റവും ഈ നിയോജകമണ്ഡലത്തിന് വരുത്താത്ത ഒരു MLA എന്നുള്ള നിലയ്ക്കാണ് അങ്ങേറ്റത്തെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കർഷകരും കർഷക തൊഴിലാളികളുമാണ് മണ്ഡലത്തിൽ ഏറിയ പങ്കും. ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികൾ ഏറെയുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ ജാതി സമവാക്യങ്ങൾ ഏശാറില്ല എന്നതാണ് ഇരിങ്ങാലക്കുടയുടെ ചരിത്രം. കുടിവെള്ള ലഭ്യതയും ഗതാഗത സൗകര്യങ്ങളും കുറവായ മണ്ഡലത്തിൽ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഊന്നി തന്നെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാകുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 18,648 വോട്ടിന് മുന്നിലെത്താനായത് മണ്ഡലത്തിൽ LDFന് ആത്മവിശ്വാസം പകരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള കോൺഗ്രസുകൾക്ക് ഏറെ വളക്കൂറുള്ള മണ്ണാണ് ഇടുക്കി നിയമസഭാ മണ്ഡലം. അവിടെ കേരള കോൺഗ്രസുകളിലെ തമ്മിലടി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമോ? ലെസ്ലി ജോണിലേക്ക്. ഇടുക്കി നിയമസഭാ മണ്ഡലം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മത്സരവേദി. കേരള കോൺഗ്രസുകാർ മുഖാമുഖം മത്സരിക്കുന്നു എന്നതിലുമപ്പുറം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും കേന്ദ്ര പരിസ്ഥിതി നിയമ നിർദ്ദേശങ്ങളും സജീവ ചർച്ചാ വിഷയമാകുന്ന മണ്ഡലം കൂടിയാണ് ഇടുക്കി. ഈ വിഷയമുയർത്തി സമരമുഖത്തുള്ള ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ഇടുക്കി രൂപതയുടെയും സ്വാധീനം വരുന്ന തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചു വന്നവർ പാർട്ടി ലക്ഷ്യത്തിന്റെ പേരിൽ പരസ്പരം മത്സരിക്കുന്നുവെങ്കിലും ഇരുവർക്കും ഇത് നിലനിൽപ്പിന്റെ മത്സരം കൂടിയാണ്. 2011 മുതൽ ഇടുക്കി MLA ആയ റോഷി അഗസ്റ്റിന് ഇതുവരെ ഭൂരിപക്ഷം കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. ഇതുതന്നെയാണ് റോഷിയുടെ ആത്മവിശ്വാസം. ഒപ്പം കഴിഞ്ഞ 15 വർഷത്തെ മണ്ഡലത്തിലെ വികസനവും ഇത്തവണ വോട്ടായി മാറുമെന്ന വിശ്വാസവും റോഷി അഗസ്റ്റിനുണ്ട്. വിശ്വസ്തത വർദ്ധിച്ചിട്ടേ ഉള്ളൂ. 13,000 ആയിരുന്നു, 16,000 ആയി, പിന്നെ 18,000 അടുത്തായി. ഈ കാലയളവിൽ എനിക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞൊരു കാലഘട്ടമാണ്. അതൊക്കെ ജനങ്ങളുടെ താല്പര്യത്തിന് നിശ്ചയിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള വലിയ കോൺഫിഡൻസ് അതിലെ ഒരു ജനപ്രതിനിധിക്ക് ആവശ്യം. അതെനിക്ക് ആവോളം ഉണ്ട്. എനിക്ക് ഇടുക്കിയിലെ ജനങ്ങൾ അതുപോലെ വിശ്വാസമാണ്. എന്നാൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അടിസ്ഥാന ലക്ഷ്യമായ കർഷക പ്രശ്നം തന്നെയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മുൻപോട്ട് വയ്ക്കുന്ന പ്രചരണ വിഷയം. കാർഷിക മേഖലയിലെ ഗുരുതര പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാർ മിഴി തുറന്നില്ല എന്നതും തനിക്ക് അനുകൂലമാകുമെന്ന വിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. മലയോര മേഖലയിലെ ജനകീയ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പട്ടയം, കസ്തൂരിരംഗൻ, EFL, അതുപോലെ തന്നെ നാണ്യവിളകളുടെ വിലത്തകർച്ച തുടങ്ങി വളരെ ഗൗരവമുള്ള ഗുരുതരമായ ജനജീവിതത്തെ ബാധിച്ച പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിലൊന്നും തന്നെ ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്കോ മുന്നണി ഗവൺമെൻറ്റിനോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വലിയ വൻകിട വികസനങ്ങൾ നടത്തി എന്നൊരു വശത്ത് അവകാശപ്പെടുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഇടതുപക്ഷ മതേതര പുരോഗമന പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ മുന്നണിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരേണ്ടത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനനുസൃതമായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ മലയോര ജനത സമരമുഖത്ത് കൈകോർത്തപ്പോൾ ഇവർക്കൊപ്പം ഇരു നേതാക്കളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആരെ പിന്തുണയ്ക്കുമെന്നതറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കേണ്ടി വരും. തങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് മണ്ഡലം പിടിക്കാൻ ഫ്രാൻസിസ് ജോർജും കൂട്ടരും ശ്രമിക്കുമ്പോൾ ഏതുവിധേനയും മണ്ഡലം നിലനിർത്തുക എന്നതിലപ്പുറം ഒരു ലക്ഷ്യം റോഷി അഗസ്റ്റിനില്ല. എന്തായാലും ഫലം പുറത്തു വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാകും: മലയോര മേഖലയിലെ കർഷകർ ഏത് കേരള കോൺഗ്രസ് ഒപ്പമായിരുന്നു എന്നത്. ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ആലുവ നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തിയാൽ പ്രചാരണം വളരെ വാശിയിൽ മുന്നോട്ട് പോകുമ്പോൾ CPIM ആലുവ ഏരിയ സെക്രട്ടറി V സലീം LDFന് വേണ്ടിയും സിറ്റിംഗ് MLA അൻവർ സാദത്ത് UDFന് വേണ്ടിയും അങ്കത്തട്ടിൽ പോരാടുന്നു. മത്സര ചിത്രം തെളിഞ്ഞതോടെ ഇരുമുന്നണികളും ശക്തമായ പ്രചാരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതിനാൽ ആലുവയിലും പ്രചാരണ രംഗത്ത് LDF ഏറെ മുന്നിലാണ്. LDF സ്ഥാനാർത്ഥി V സലീം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. മണ്ഡലത്തിൽ സുപരിചിതനായ സലീം വീടുകൾ കയറിയും കടകളിൽ ചെന്നും വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ്. അവധി ദിനങ്ങളിൽ കല്യാണ വീടുകളിലെത്തിയും സലീം വോട്ടുറപ്പിക്കുന്നു.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13,214 വോട്ട് ഭൂരിപക്ഷം നേടിയ UDFന് 3 വർഷം കഴിഞ്ഞ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷം 2,086 വോട്ട് മാത്രം. 85% ഇടിവ്. ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ചിത്രം വ്യത്യസ്തമല്ല. 2011 മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം UDF ഭരണത്തിലായിരുന്നെങ്കിലും ഇത്തവണ 4ഇടത്ത് LDF വിജയം നേടി. MLAയുടെ നിഷ്ക്രിയത്വം ജനങ്ങളിൽ ഏറെ അസംതൃപ്തിയുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് UDFന്റെ വിലയിരുത്തൽ. കുടിവെള്ള പ്രശ്നം, ഗതാഗത പ്രശ്നം തുടങ്ങി അടിസ്ഥാന വിഷയങ്ങളിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാത്ത MLAക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്ന ജനങ്ങൾ ഇത്തവണ ഇടതുമുന്നണിക്കായിരിക്കും വോട്ട് ചെയ്യുകയെന്ന് LDF സ്ഥാനാർത്ഥി V സലീം പറയുന്നു. ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ മണ്ഡലത്തിൽ സമാന്തരമായ റോഡുകൾ നിർമ്മിച്ച് ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയെടുത്തിട്ടില്ല. മെട്രോ അങ്കമാലിയിലേക്കും നെടുമ്പാശ്ശേരിയിലേക്കും എയർപോർട്ടിലേക്ക് നീട്ടണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യം, അത് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. സിറ്റിംഗ് MLAമാർക്ക് സീറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്ന ആശയക്കുഴപ്പത്തിനിടയിൽ ഏറെ വൈകിയാണ് അൻവർ സാദത്തിനെ ആലുവയിലെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ചുവരെഴുത്ത് പ്രചാരണത്തിൽ ഉൾപ്പെടെ UDF സ്ഥാനാർത്ഥി അല്പം പിറകിലാണ്. എങ്കിലും വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുന്ന കാര്യത്തിൽ അൻവർ സാദത്തും സജീവമായി കഴിഞ്ഞു. MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കൂടി അവതരിപ്പിച്ചാണ് അൻവർ സാദത്ത് വീണ്ടും ജനവിധി തേടിയിറങ്ങിയിരിക്കുന്നത്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞുവെന്നും പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായമായി കോടികൾ ചെലവഴിക്കാൻ കഴിഞ്ഞുവെന്നുമുള്ള അവകാശവാദവുമായാണ് അൻവർ സാദത്ത് പ്രചാരണത്തിനിറങ്ങിയിരിക്കുന്നത്. ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിച്ചുവെന്ന ആത്മവിശ്വാസം അൻവർ സാദത്തിനുണ്ടെങ്കിലും മത്സരം ചെറുതല്ലെന്നും അദ്ദേഹം സമ്മതിക്കുന്നു. ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ യാതൊരു മടിയും എനിക്കില്ല. മത്സരം ഒരിക്കലും ചെറുതല്ല. അത് സ്ഥാനാർത്ഥി ആരായാലും, പ്രത്യേകിച്ചും CPMന്റെ സ്ഥാനാർത്ഥിയാണ്, ഞങ്ങളത് നിസ്സാരമായി കാണുന്നില്ല. കഴിഞ്ഞ തവണ ആലുവയിൽ മത്സരിച്ച MN ഗോപി തന്നെയാണ് ഇത്തവണയും BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. BDJSന്റെയും മറ്റും സഹായമുള്ളതിനാൽ നില മെച്ചപ്പെടുത്താനാവുമെന്ന പ്രതീക്ഷയിൽ BJPയും പ്രചാരണ രംഗത്ത് സജീവമാണ്. സിറ്റിംഗ് MLA തന്നെ നിർത്തി മണ്ഡലം നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് UDF. അതേസമയം നാട്ടുകാരുമായി ഏറെ ബന്ധമുള്ള V സലീമിലൂടെ ആലുവ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് LDF. ആലുവയിൽ നിന്നും ക്യാമറാമാൻ രാജു വർഗീസിനൊപ്പം KM ഉമേഷ്.